പൊടിവാറും പോർക്കളം പൊന്നാനിയിലേക്ക്, അത് മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ട എന്ന് പറയുമ്പോഴും പച്ചക്കോട്ട തകർക്കാൻ ലീഗിന്റെ തന്നെ ഒരു കട്ടക്കേഡറിനെ, അവരുടെ മുൻ കേഡറിനെ, അവരുടെ ഒരു മുൻ സംസ്ഥാന നേതാവിനെ അരിവാൾ ചുറ്റുക നക്ഷത്രം നൽകി പോരിനിറക്കുന്നത് പൊന്നാനിക്കോട്ടയിൽ കണ്ണെറിഞ്ഞു തന്നെയാണ് CPM. വിജയിക്കുന്നോ CPMന്റെ ഹംസ പരീക്ഷണം? 1005 സാമ്പിളുകൾ ശേഖരിച്ചത് പൊന്നാനി, തിരൂർ, തവനൂർ, തിരൂരങ്ങാടി. 10 ചോദ്യങ്ങൾ, വോട്ടിലേക്ക് നയിക്കുന്ന 10 സൂചകങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ്? പറയുന്നു പ്രിയപ്പെട്ട വോട്ടർമാർ. വിലക്കയറ്റം എന്ന് പറയുന്നവർ 10.8%, രാഷ്ട്രീയം എന്ന് പറയുന്നവർ 25.4%, സ്ഥാനാർത്ഥിയുടെ മികവെന്ന് പറയുന്നു 29.5%, തൊഴിലില്ലായ്മ നിരക്ക് 5.7% ആളുകൾ, വികസനം എന്ന് പറയുന്നു 16.4% ആളുകൾ, അഴിമതിയും വിവാദങ്ങളും 5.7% ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ട് അഴിമതിയും വിവാദങ്ങളും. സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനം 5.6% ആളുകൾ, മറ്റു വിഷയങ്ങൾ 0.9%. എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനത്തെ 5.6% ആളുകൾ മാത്രമേ അവിടെ വികസനം ചെയ്തോ എന്തെങ്കിലും ചെയ്തോ മണ്ഡലത്തിലുണ്ടായ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുന്നവർ അവിടെ പൊന്നാനിയിൽ 5.6% മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആരാണ് എന്ന ചോദ്യം. കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നു 37.7% ആളുകൾ, സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദികൾ എന്ന് പറയുന്നവർ 26.7%ലേക്ക് ചുരുങ്ങുന്നു. രണ്ടുപേരും ചേർന്നാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നത് 35.6%. വീണ്ടും പറയുന്നു, ഇത് നമ്മൾ 6 മാസം മുൻപ് ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ എന്നുള്ള കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാവുന്ന തരത്തിൽ കണക്ക് അങ്ങനെയായിരുന്നു. ഇത്തവണ അത് കേന്ദ്ര സർക്കാരാണ് കൂടുതൽ പ്രശ്നക്കാർ എന്ന ബോധ്യത്തിലേക്ക് പൊന്നാനിക്കാർ മാത്രമല്ല വടകരക്കാരും അത് വരുന്നുണ്ട്. മൂന്നാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ? ഇല്ല എന്ന് പറയുന്നവർ 39.2% ആളുകളാണ്. അങ്ങനെയല്ല, സംസ്ഥാന സർക്കാരിന്റെ പെർഫോമൻസ് നോക്കിയാണ് ഞങ്ങളുടെ വോട്ട് എന്ന് പറയുന്നവർ 60.8% ആളുകൾ. നാലാം ചോദ്യം, പൗരത്വ നിയമ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കും? പൊന്നാനിയാണ് സ്ഥലം, സ്വാധീനിക്കുമെന്ന് പറയുന്നു 73.6% ആളുകൾ. സ്വാധീനിക്കില്ല എന്ന് അവിടെയും പറയുന്നുണ്ട് 26.4% ആളുകൾ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ മികച്ചത് എന്ന് പറയുന്നവർ 3.1% ഉള്ളൂ, മികച്ചത് എന്ന് പറയുന്നവർ 6.3 ഉള്ളൂ, ശരാശരി എന്ന് പറയുന്നവർ 29.6, മോശം എന്ന് പറയുന്നവർ 31.5, വളരെ മോശം എന്ന് പറയുന്നവർ 29.5. എന്ന് പറഞ്ഞാൽ മോശം, വളരെ മോശം എന്ന രണ്ട് കണക്കുകൾ കൂടുമ്പോൾ കേന്ദ്ര സർക്കാർ റേറ്റിംഗ് അവിടെ വളരെ മോശമാണത്. ഒരുപക്ഷെ പൊന്നാനിയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് കൂടുതൽ പിന്തുണയുള്ള സ്ഥലങ്ങൾ അത് സ്വാഭാവിക കണക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ചോദ്യം, പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ? ചോദ്യം ഉണ്ട് എന്ന് പറയുന്നവർ 49.3% ആളുകളാണ്, ഇല്ല എന്ന് പറയുന്നവർ 20.4% ആളുകളാണ്, അറിയില്ല എന്ന് പറയുന്നവർ 30.3% ആളുകൾ. അവിടെയും 49.3 എന്ന് പറയുന്ന വലിയ കണക്കിന് മുൻതൂക്കം നിൽക്കുന്നു. ഏഴാമത്തെ ചോദ്യം, കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് പൊന്നാനിക്കാർ പറയുന്നു പിണറായി വിജയൻ 46.5 എന്ന് പറയുന്നു, VD സതീശൻ 26.7, രമേശ് ചെന്നിത്തല 16.1, കെ സുരേന്ദ്രൻ 7.2, വി മുരളീധരൻ 2.3, MV ഗോവിന്ദൻ 1.2. അവിടെയും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്നവർ പൊന്നാനിയിൽ 46.5 എന്നുള്ള വലിയ കണക്കാണ് ഈ സർവേയിലെ ഒരു പെക്യുലിയാരിറ്റി എന്ന് തന്നെ പറയാം. ഓക്കെ, എട്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന് പറയുന്നത് 12.5, ബഹുഭൂരിപക്ഷം മുന്നിൽ, ബഹുദൂരം മുന്നിൽ രാഹുൽ ഗാന്ധി അവിടെ 65.8%, പൊന്നാനിക്കാരുടെ കണ്ണിലെ പൊന്നാകുന്നു സീതാറാം യെച്ചൂരി 19.5%, മമതാ ബാനർജി 0.1% ആളുകൾ പൊന്നാനിയിൽ മമതാ ബാനർജിയാണ് അവർക്ക് ഇഷ്ടമുള്ള ദേശീയ നേതാവ് എന്ന് പറയുന്നു. അഖിലേഷ് യാദവിന് 0%, അവിടെയും MK സ്റ്റാലിൻ ചെറുതല്ലാത്ത ഒരു ശതമാനമുണ്ട് 2.1%. വടകരയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ MK സ്റ്റാലിൻ കേരളത്തിലെ മനുഷ്യരുടെ ഹൃദയത്തിൽ കൂടി ദേശീയ നേതാവ് എന്ന തലത്തിൽ പരിലസിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ BJPക്ക് വെല്ലുവിളിയാകുമോ? വെല്ലുവിളിയാകും എന്ന് പറയുന്നവർ 34.4, വെല്ലുവിളിയാകില്ല എന്ന് പറയുന്നവർ 39.5, അതിലൊരു നിലപാടില്ല എന്ന് പറയുന്നവർ 26.1% ആളുകളാണ്. ഓക്കെ, നമ്മൾ അഖിൽ സുരേഷിലേക്ക് ഞാൻ പോകണം. അഖിൽ, ഇവിടെ പൊന്നാനി പോലൊരു മണ്ഡലത്തിൽ 46.5% ആളുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്ന നേതാവ് എന്ന് പറയുന്നു ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഇവിടെ എന്താണ് ഇപ്പോൾ ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നത്തിന് കാരണം ആരാണെന്ന ചോദ്യത്തിന് വടകരയിൽ നമ്മൾ കണ്ടു, പൊന്നാനിയിൽ നമ്മൾ കണ്ടു. അത് കേന്ദ്ര സർക്കാരാണെന്നുള്ള കൂടുതൽ റേറ്റിംഗ് വരുന്നതിന് കാരണം നമ്മൾ ആദ്യ സർവേ എടുത്ത ഈ മാസങ്ങൾക്കിപ്പുറം ഇവിടെ കേന്ദ്രം ഫണ്ട് തരാനുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന ടാക്സിൻ്റെ ആനുപാതികം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം, കോടതി വ്യവഹാരങ്ങളൊക്കെ ഒരുപക്ഷെ CPMന് അതിൻ്റെ താഴെത്തട്ടിലേക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതിന് തെളിവ് കൂടിയാണോ അഖിൽ? തീർച്ചയായിട്ടും. നമ്മൾ 6 മാസം മുമ്പ് ഇതേ ചോദ്യം നമ്മൾ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വിശേഷിച്ച് പൊന്നാനിയിൽ ഉൾപ്പെടെ നമ്മൾ ചോദിച്ചതാണ്. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്കും പെൻഷൻ മുടങ്ങുന്നതിനും ഉത്തരവാദി ആര് എന്ന ചോദ്യം. ആ സമയങ്ങളിൽ നമ്മളോട് ജനങ്ങൾ പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരിനാണ് അതിൽ ആ സർവേയിൽ മുൻതൂക്കം പല മണ്ഡലങ്ങളിലും കിട്ടിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ പരാജയമാണ് എന്നാണ്
അന്ന് ജനങ്ങൾ ധരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ വീണ്ടും ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേന്ദ്ര സർക്കാരിനാണ് ഇതിൽ മുഖ്യ പങ്ക് എന്നുള്ളത്, ഒപ്പം ഇരുവർക്കും ഇതിൽ പങ്കുണ്ടെന്നാണ്. അപ്പം സംസ്ഥാന സർക്കാരിനാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് എന്നുള്ള പങ്ക് എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ പങ്ക് മുകളിലായി വരികയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് ഇപ്പം നമുക്ക് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കാണുന്നത് ഈ സുപ്രീം കോടതിയിൽ കടമെടുക്കുന്ന പരിധിയും മറ്റ് സാമ്പത്തികമായി കിട്ടേണ്ട വിഹിതത്തെക്കുറിച്ചുള്ള സർക്കാരും മറ്റും നടത്തുന്ന ഡൽഹി സമരങ്ങൾ. അപ്പം ഇടതുപക്ഷം അത് കൃത്യമായി രാഷ്ട്രീയ വിദ്യാഭ്യാസം നടത്തി അവരുടെ അണികളിലും അനുഭാവികളിലുമൊക്കെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്തെന്നുള്ളത് അവർക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു വിജയമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. കാരണം മുമ്പ് നമ്മൾ സർവേക്ക് പോകുമ്പം ഇടതുപക്ഷമാണെന്ന് പറയുന്ന പോലെ ഇടതുപക്ഷത്തെ അനുഭാവം പുലർത്തുന്നവർ പോലും സാമ്പത്തിക പ്രതിസന്ധി പെൻഷൻ മുടങ്ങുന്നവർ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിരുന്നവർ ഇപ്പോൾ അതിൽ നിന്നും പിൻവാങ്ങി ഇതിന് കാരണക്കാർ കേന്ദ്ര സർക്കാരാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. യെസ്, ഞാൻ ബി ദിലീപ് കുമാർ. ദിലീപ്, ഇവിടെ പൗരത്വ ഭേദഗതി സ്വാധീനിക്കും എന്ന് പറയുന്നത് 73.6 സ്വാധീനിക്കില്ല എന്ന് പറയുന്നത് 26.4 പൊന്നാനിയിൽ പോലും എന്ന് പറഞ്ഞാൽ എൻ്റെ ചോദ്യം ഇത് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെയോ അതുണ്ടാക്കുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുടെയും മെറിറ്റിലേക്കാണോ ആ ചോദ്യത്തിൻ്റെ വിരൽച്ചൂണ്ടൽ? അതോ ആ മെറിറ്റിനെ കുറിച്ചുള്ള ആശങ്കയില്ലായ്മയുമാണോ? അതോ ഈ CAA കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാര്യമായ വിഷയമാകുന്നില്ല എന്നാണോ മനസ്സിലാകേണ്ടത് ദിലീപ്? ഹാഷ്മി, പൊന്നാനിയെ സംബന്ധിച്ച് ഏതായാലും ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യം ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള ആശങ്കകളുണ്ട്, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രധാനമായും ഈ പൊന്നാനിയുടെ നമ്മൾ തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെ പരിശോധിച്ചാൽ അത് ഒരു ദേശീയ രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും പ്രാദേശികമായിട്ടുള്ള, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്ന സമുദായത്തിലെ രാഷ്ട്രീയ ഘടകങ്ങളൊക്കെ വളരെയധികം ബാധിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ പൊന്നാനി എന്ന് പറയാം. പൊന്നാനി ലീഗിൻ്റെ പൊന്നാപുരം കോട്ട തന്നെയാണ്, നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ. പക്ഷേ അതേസമയം തന്നെ ഇടതുമുന്നണിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPIM-നെ സംബന്ധിച്ച് അത് രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഒരു വേദിയായി മാറിയിട്ട് അധികകാലമായിട്ടില്ല. നേരത്തെ 2009 നമുക്കറിയാം അബ്ദുൽ നാസർ മദനിയുമായി PDP-യുമായി വേദി പങ്കിടുകയും അന്ന് മുതലാണ് 2009 മുതൽ ഒരു പൊതു സ്വതന്ത്രൻ എന്ന നിലയിലുള്ള ഒരു പരീക്ഷണത്തിലേക്ക് ഇടതുമുന്നണി കടക്കുകയും ചെയ്യുന്നു. ഹുസൈൻ രണ്ടത്താണിയെ അന്ന് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ആ പരീക്ഷണം പരാജയപ്പെടുന്നു. CPI-യുമായി പോലും, കാരണം CPI-യുടെ സീറ്റായിരുന്നു പൊന്നാനി, ആ സീറ്റ് CPIM ഏറ്റെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്ന് പിണറായി വിജയനും വെളിയം ഭാർഗവനും തമ്മിലുണ്ടായിട്ടുള്ള തർക്കമൊക്കെ വളരെ ഈ രാഷ്ട്രീയ ചരിത്രത്തിലുള്ളതാണ്. പിന്നീട് ഈ പരീക്ഷണം പരാജയപ്പെട്ടെങ്കിലും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 2014 കോൺഗ്രസ്സുകാരനായിരുന്ന തിരൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്ന വി അബ്ദുറഹ്മാനെ അവിടെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരികയും വി അബ്ദുറഹ്മാനും അന്ന് ET മുഹമ്മദ് ബഷീറും തമ്മിലുള്ള ആ മത്സരം വളരെ ടൈറ്റായ മത്സരം തന്നെയാണ്. 25,000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് ലീഗ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അതോടുകൂടിയാണ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഈ മണ്ഡലം കൊണ്ടുവരാം എന്ന് ഇടതുമുന്നണിക്ക് ഒരു പ്രതീക്ഷ നൽകിയത്. പക്ഷേ 2019 വീണ്ടും ആ പരീക്ഷണം പരാജയപ്പെട്ടു. അത് നിലമ്പൂർ MLA ആയിരുന്ന PV അൻവറിനെ അവിടെ മത്സരിപ്പിക്കാൻ ഇറക്കി, ആ പരീക്ഷണം പരാജയപ്പെട്ടു. പക്ഷേ ഇത്തവണ ഇടതുമുന്നണി ഈ സമസ്തയും ലീഗുമായിട്ടുള്ള ഭിന്നതയടക്കം അത് വോട്ടായി മാറും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യും എന്നാണ് ഇടതുമുന്നണി നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ ഇവിടെ അബ്ദുൽ സമദ് സമദാനി വന്നതോടുകൂടി നേരത്തെ ETക്ക് വോട്ടർമാർക്കുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള നീരസം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി ഇപ്പോൾ സമദാനിയുടെ പക്ഷത്തേക്ക് എത്തി എന്ന വിലയിരുത്തൽ ലീഗ് നേതാക്കൾക്കുമുണ്ട്. പക്ഷേ ഒരു കാര്യം ഹാഷ്മി, അതായത് ഈ മണ്ഡലത്തിൽ മൊത്തം 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 7,000 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ഇപ്പോൾ UDF-നുള്ളത്. 4 മണ്ഡലങ്ങൾ ഇടത് സ്ഥാനാർത്ഥികളാണ് നിയമസഭയിൽ വിജയിച്ചത്, 3ഇടത്ത് മാത്രമാണ് UDF-ന് വിജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും പൊന്നാനി ആർക്കൊപ്പം എന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാം. അറിയാൻ പോകുന്നു ഈ മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന 10ാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ KS ഹംസ നിർത്തിക്കൊണ്ട് CPM നടന്ന പൊന്നാനി പരീക്ഷണം വിജയിക്കുമോ എന്നാണ് ചോദ്യം. അബ്ദുൽ സമദ് സമദാനി ജയിക്കുമെന്ന് പറയുന്നവർ 48.1% ആളുകളാണ്. KS ഹംസ ബഹുദൂരം പിന്നിൽ 39.7% ആളുകൾ പറയുന്നു KS ഹംസ വിജയിക്കും. നിവേദിത സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് BJP-യുടെ സ്ഥാനാർത്ഥി 8.3% മാത്രം, മറ്റുള്ളവർ 3.9. എന്ന് പറഞ്ഞാൽ KS ഹംസ പരീക്ഷണം ഒരിക്കൽ കൂടി പൊന്നാനിയിൽ പരാജയപ്പെടുന്നതാണ്. ലീഗിന്റെ എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന സമസ്തക്ക് ഇഷ്ടക്കാരൻ എന്ന പ്രതിച്ഛായയുള്ള KS ഹംസ സ്ഥാനാർത്ഥിയാകുമ്പോഴും പൊന്നാനി പച്ചക്കൊടി പാറും പൊന്നാപുരം കോട്ട ET പോയി സമദാനി വന്നപ്പോഴും ബഹുദൂരം മുന്നിൽ സമദാനിക്ക് പിന്തുണയാകുന്നു പൊന്നാനി. ചില പോക്കറ്റുകളിൽ വോട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ പോലും BJP സ്ഥാനാർത്ഥിക്കൊന്നും നിലംതൊടുന്നതേ ഇല്ല എന്നതും പൊന്നാനിയിൽ നക്ഷത്രം പോലെ വ്യക്തം. വിജയകുമാറിലേക്ക് വിജയകുമാർ,
പൊന്നാനിയിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ PV അൻവറിന് മുൻപ് അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന കാലത്ത് ET മുഹമ്മദ് ബഷീർ കഷ്ടിച്ച് ജയിച്ച ഒരു ചരിത്രം പൊന്നാനിക്കുണ്ട്, പൊന്നാപുരം കോട്ട എന്ന് പറയുമ്പോൾ പോലും. ഇത് പക്ഷേ ഇഞ്ചോടിഞ്ചല്ല, നേരിയ മാർജിനല്ല, വളരെ വ്യക്തമായ ആധികാരികമായ ലീഡ് സമതാനിക്ക്. ഇതിൽ ഒരു കൗതുകമുള്ളത് ഹാഷ്മി, പിണറായി വിജയനെ പ്രധാനപ്പെട്ട നേതാവായി 46.5% പേര് അവിടെ കാണുന്നുണ്ട്. പക്ഷേ അവിടെ എന്താണ് മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നുള്ള ചോദ്യത്തിന് അബ്ദുൾ സമദ് സമദാനി 48% പേരുടെ പിന്തുണ നേടുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. പൗരത്വ നിയമം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പിണറായി വിജയൻ നടത്തുന്ന മണ്ഡല പര്യടനം, അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയല്ലോ, അത് വടക്കൻ കേരളത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് ആയി അത് വരണമെന്നില്ല, പക്ഷേ അത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ അടിത്തറ ആ മേഖലയിൽ വിപുലപ്പെടുത്തുന്നതിൽ ഒരു നിർണായക ഘടകമാകുന്നുണ്ട് എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ 47% ആളുകളുടെ പിന്തുണ. കേരളത്തിലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ്റെ പേര് അവിടെ എന്താണ് ആ ഒരു പേരിന് അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്ത് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. VD സതീശൻ വളരെ പിറകിലാണ്, 26, രമേശ് ചെന്നിത്തല 16, അത് രണ്ടും കൂടെ ചേരുമ്പോൾ 43 ഉണ്ട്. അത് UDFിൻ്റെ രാഷ്ട്രീയ അടിത്തറ തന്നെയാണ്. പക്ഷേ അപ്പോഴും ആ മണ്ഡലത്തിൽ 46.5% ആളുകൾ പിണറായി വിജയനെ അവരുടെ നേതാവായി അംഗീകരിക്കുന്നു. അപ്പോഴും അവരുടെ വോട്ട് പക്ഷേ അവിടെ അബ്ദുൾ സമദ് സമദാനിയിലേക്കാണ് പോകുന്നത്. അത് ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവമാണ്. അപ്പോഴും ഈ ഇടതുമുന്നണി ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് വടക്കൻ കേരളത്തിൽ. അത് രാഷ്ട്രീയമായി ഇന്നല്ലെങ്കിൽ നാളെ അത് അവർക്ക് അവിടെ ഗുണം ചെയ്യും എന്നതാണ്. ബാക്കിയിലൊന്നും അത്ഭുതങ്ങളില്ല ഹാഷ്മി. നമ്മൾ അവിടെ എന്തെങ്കിലും വേറെ വലിയ അട്ടിമറി പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മളുടെ കണക്കിൽ ഏതാണ്ട് 9% വോട്ടിന്റെ ഡിഫറൻസിൽ അവിടെ UDF ജയിക്കുമെന്നതാണ് നമ്മളുടെ കണ്ടെത്തൽ. അതുകൊണ്ട് മറ്റ് വിഷയങ്ങളിലൊന്നും വലിയ അത്ഭുതം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നെ കൗതുകത്തോടെ നോക്കാൻ പ്രേരിപ്പിക്കുന്നത് പിണറായി വിജയന്റെ 46.5% എന്ന പിന്തുണയും അതവിടെ അതേ നിലയിൽ നിൽക്കുന്നുണ്ട്. അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന മണ്ഡല പര്യടനത്തിൽ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ അത് വടക്കൻ കേരളത്തിലെ എന്താണ് ലീഗ് കോട്ടകളിലടക്കമുള്ള രാഷ്ട്രീയ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്, നിക്ഷേപം തന്നെയാണ്. പൗരത്വ ഭേദഗതിയിലടക്കം ഈ സർക്കാർ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുഖത്താണെങ്കിൽ കൂടിയും ഒരു കർശനമായ നിലപാട് എന്ന പ്രതീതി സൃഷ്ടിക്ക് കഴിയുന്നുണ്ട്. ആത്മാർത്ഥമാണ് എന്ന് ഇടതുപക്ഷം ഉറപ്പായി പറഞ്ഞു. വോട്ടിന് വേണ്ടിയാണെന്ന് UDF പറയുന്നു. അതുകൂടി ലീഗ് കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രിയുടെ റേറ്റിംഗിന് കാരണമാകുന്നുണ്ട്. 1, 2, KS ഹംസ ഏതെങ്കിലും ഒരു സാധാരണ സ്ഥാനാർത്ഥിയല്ല, ലീഗിന്റെ സംസ്ഥാന നേതാവാണ്, അവരുടെ താഴെത്തട്ട് മുതൽ ഉയർന്ന നേതാവാണ്, അവരുടെ തന്ത്രങ്ങൾ അറിയാവുന്ന ആളാണ്, സമസ്തയുടെ പിന്തുണക്കാനാണെന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതിന് എങ്ങനെ കാണണം ഗോപി? ഹാഷ്മി, നേരത്തെ ദിലീപ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പൊന്നാനി ചിലപ്പോൾ കൂടെ വന്നേക്കാം എന്ന് ഇടതുപക്ഷത്തിന് ഒരു പ്രതീക്ഷ നൽകിയത് V അബ്ദുറഹ്മാനായിരുന്നു. അതുകൊണ്ടാണ് KS ഹംസയെ പോലെ കുഞ്ഞാലിക്കുട്ടിയുമായുള്ള അഭിപ്രായ ഭിന്നതയുടെ പേരിൽ ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളുടെ സാന്നിധ്യം അവിടെ ഇടതുപക്ഷം ഉറപ്പിച്ചത്. അപ്പോൾ നമുക്കറിയാം KS ഹംസ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നത് തന്നെ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മഖാമിൽ പോയി പ്രാർത്ഥനകളോടുകൂടിയാണ്. അപ്പോൾ നമുക്കറിയാം KS ഹംസയും ഇടതുപക്ഷവും ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ, സംസ്ഥയിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഹംസയിലേക്ക് വരും, അല്ലെങ്കിൽ ലീഗിൽ നിന്ന് ഹംസയോട് കൂറു പുലർത്തുന്ന ഒരു വിഭാഗം വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് KS ഹംസയെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവന്നത്. ഇത് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൗതുകമായി തോന്നിയതാണ് ET മുഹമ്മദ് ബഷീർ. കഴിഞ്ഞ തവണ ഏതാണ്ട് 1.25 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ET അവിടെ നിന്നും മലപ്പുറത്തേക്ക് പോകുന്നതും അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലേക്ക് വരും നമ്മൾ കണ്ടു. എന്തുകൊണ്ട് ഈ മാറ്റം എന്നതിന് നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ വോട്ടർമാർക്കിടയിൽ ETയിൽ ഒരു നീരസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കുക എന്ന് ലീഗ് വളരെ ബോധപൂർവം എടുത്തിട്ടുള്ളൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ KS ഹംസയെ പോലെ ലീഗിൽ നിന്ന് ഭിന്നിച്ചു പോന്ന, ലീഗ് വോട്ടുകളിൽ കണ്ണുവെച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കുമ്പോൾ പോലും CPMന്റെ പാർട്ടിയുടെ ശരിയായിട്ടുള്ള ഒരു സംവിധാനം KS ഹംസയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ഒരു ആലോചന കൂടി ആവശ്യമാണ്. പിന്നെ നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊന്നാനിയുടെ ഒരു മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവമുണ്ട്. അത് വളരെ പ്രകടമാണ് നമ്മളുടെ അഭിപ്രായ സർവേയിൽ വരുന്ന ഫലങ്ങളിലും. അത് ഇവിടെ അബ്ദുൾ സമദ് സമദാനിക്ക് വ്യക്തമായ ഒരു ലീഡ് പറയുന്നു. CAA പോലെ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ ഒന്നാകെ ഈ ലീഗിന്റെ സ്ഥാനാർത്ഥിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുകൂടിയാണ് ഈ അഭിപ്രായ സർവേ നമ്മളോട് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി ഉള്ളത്, 18,114 SDPI വോട്ടുകൾ അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. 18,114 എന്ന് പറയുന്നത് അത്ര ചെറിയ സംഖ്യയല്ല. അത് UDFന് തന്നെ പോകുമോ? പോരാട്ടം ഇഞ്ചോടിഞ്ച് നടക്കുമ്പോൾ 10 വോട്ട് എന്ന് പറഞ്ഞാൽ വലിയ വോട്ടാണ്. എന്ന് പറഞ്ഞാൽ V അബ്ദുറഹ്മാനെതിരെ മത്സരിക്കുമ്പോൾ 25,000 വോട്ടുകൾക്ക് മാത്രം കഷ്ടിച്ച് കടന്നുകൂടിയായിരുന്നു ET മുഹമ്മദ് ബഷീർ. എന്ന് അബ്ദുറഹ്മാൻ എന്ന വലിയ മുൻ കോൺഗ്രസ് എന്നുള്ളത് വലിയ വ്യക്തിസ്വാധീനമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അത്ര പോലും ഹംസയ്ക്ക് അവിടെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് പൊന്നാനിയുടെ LDFന്റെ പ്രതീക്ഷാ നഷ്ടമാണ്. വേണ്ട എന്ന് പറഞ്ഞെങ്കിലും SDPI പിന്തുണ UDFന് തന്നെയാണല്ലോ. 18,114 ഒറ്റക്കെട്ടായി ആ വോട്ട് അവിടേക്ക് തന്നെ പോകും എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ കരുതാൻ. നമുക്ക് UDF